പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരുവൊന്നും കളയാതാണ് അരിഞ്ഞേക്കുന്നത്. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, 2-3 ചുമന്ന വറ്റൽമുളക് നടുവേ കീറിയത്, പിന്നെ 3 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ കറിവേപ്പില. തേങ്ങാക്കൊത്ത് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് വഴന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ട് ഉള്ളി ഇടാം. 1 സ്പൂൺ ഉപ്പിടാം. ഉള്ളി വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മുളകും കറിവേപ്പിലയും അതിനകത്തിടാം. അര സ്പൂൺ ഉപ്പും കൂടെ ഇടാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒടുവിലിടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിനകത്തോട്ടിടാം. പാവയ്ക്കായിട്ട് ഒന്ന് ഇളക്കാം. എരിവ് തീരെ കുറച്ച് വേണ്ടവർക്ക് 2 മുളക് മാറ്റാം. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് കൂടുതൽ ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കും. നമ്മുടെ പാവയ്ക്ക വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. അധികം വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ ഒരു പ്ലേറ്റ് എടുത്തു. പ്ലേറ്റിൽ കുറച്ച് ഓയിൽ, ശർക്കര ഓയിലൊഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തൂക്കുക. എല്ലായിടത്തും ഒന്ന് ഓയിൽ പിടിപ്പിക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് പാവയ്ക്ക ഇട്ടിട്ട് നമുക്ക് മൈക്രോവേവിൽ വെച്ച് മെഴുക്ക് പുരട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന മെഴുക്ക് പുരട്ടി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, അത് ഞാൻ നിരത്തി വെച്ചേക്കുവാണ്. അത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. മൈക്രോവേവ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മൈക്രോവേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ടൈം അറേഞ്ച് ചെയ്യാം. 15 മിനിറ്റ് ഞാൻ വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ചട്ടുകം കൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പാവയ്ക്ക മെഴുക്ക് പുരട്ടി ശരിയായിട്ടുണ്ട്.